ഈ സമ്മേളനത്തിൽ നമുക്കെല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് സന്ദേശം നൽകിയ നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ പ്രസിദ്ധ എഴുത്തുകാരനും കവിയുമായ ശ്രീമാൻ പി.കെ. ഗോപി, സിയാറയുടെ പ്രസിഡൻറ്റും ഇങ്ങനൊരു കൂട്ടായ്മ വിളിച്ചു കൂട്ടുവാൻ വേണ്ടി മുൻപന്തിയിൽ നിന്നുമായ നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ ജോൺ മണ്ണാർത്തറ, ഇവിടുത്തെ മാനേജരായ ഫാദർ അഗസ്റ്റിൻ, തിരുഹൃദയ സഭയുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ റീന, സിയാറയുടെ സെക്രട്ടറി സിസ്റ്റർ ജിസ്ന, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രൊവിൻഷ്യൽസ്, വൈസ് പ്രൊവിൻഷ്യൽസ്, സുപ്പീരിയേഴ്സ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരീ സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ക്രിസ്മസിൻ്റെ ആശംസകൾ വളരെ സ്നേഹപൂർവം നേരുകയാണ്. കോഴിക്കോട് രൂപതാധ്യക്ഷൻ എന്ന നിലയിലും KCBCയുടെ പ്രസിഡൻ്റ് എന്ന നിലയിലും നിങ്ങൾക്കെല്ലാവർക്കും ഈ ആശംസ ഞാൻ ഇന്ന് കൈമാറുന്നു. നമ്മുടെ ഗോപി സാറ് വളരെ മനോഹരമായി കവിത ചൊല്ലിയും നല്ല ആശയങ്ങൾ പങ്കുവെച്ചും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുകയുണ്ടായി. അദ്ദേഹം അങ്ങനെയാണ്. എവിടെ ചെന്നാലും നല്ല വാക്കുകൾ, മധുരമായിട്ടുള്ള വാക്കുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ഹൃദയങ്ങളെ ഒരു അഗ്നി പോലെ ജ്വലിപ്പിക്കുവാൻ കഴിവുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, കവിതകൾ എഴുതിയിട്ടുണ്ട്, ധാരാളം പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറയുകയുണ്ടായി, നമ്മൾ പാടുന്ന പല പാട്ടുകളും, പള്ളിയിലും കുർബാനയിലും മറ്റും പാടുന്ന പാട്ടുകൾ ഈ ശ്രീമാൻ പി.കെ. ഗോപി എന്ന കവി രചിച്ചതാണ്. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളും ക്രിസ്മസ് ആശംസകളും നേരുന്നു. നമുക്കൊരു മനോഹരമായ സന്ദേശം നൽകിയതിന് ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകമായി നിങ്ങളെല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സിയാറയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് മണ്ണാർത്തറ അച്ഛന്, സിസ്റ്റർ ജിസ്നയ്ക്ക്, അതോ മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ പേരിൽ അഭിനന്ദനങ്ങളും നന്ദിയും പറയുന്നു.
പിന്നെ ഈ ഹാളൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് അനുവാദം തന്ന മാനേജറിനും ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് വളരെ സമ്പന്നമായിട്ടുള്ളൊരു നഗരമാണ്. അതിനൊരു കാരണം നമുക്ക് പറയാവുന്നത് ധാരാളം പ്രൊവിൻഷ്യൽസ് ഈ കോഴിക്കോട് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സിറ്റിയിലും അതുപോലെ ഈ പാറവപ്പടിയിലും അതുപോലെ ഇവിടെ ചുറ്റുപാടുകളൊക്കെ ആയിട്ട് എണ്ണം എനിക്കറിയില്ല, ധാരാളം പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് ഉണ്ട്, ധാരാളം റിലീജിയസ് പ്രോവിൻസ് ഹൗസുകളുമുണ്ട്. അപ്പോൾ ആ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനെ പേര് പറയാതെ തന്നെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും ഈ ഒരു അസംബ്ലിയിലേക്ക് വന്നതിന് അവർക്ക് പ്രത്യേകമായി നന്ദി പറയുകയും ചെയ്യുന്നു. ഒരു നല്ല കയ്യടി അവർക്ക് കൊടുക്കുക. നിങ്ങളൊക്കെ ഗോപി സാറിൻ്റെ കവിതയും പാട്ടും പ്രസംഗമൊക്കെ കേട്ട് വളരെ ഊർജ്ജസ്വലരായിട്ടിരിക്കുകയാണെന്നറിയാം. ഞാൻ നിങ്ങൾക്ക് ഊർജ്ജം തരേണ്ട ആവശ്യമില്ല, ഓൾറെഡി നിങ്ങൾ ഊർജ്ജസ്വലരാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ഒരല്പം കൂടി നമ്മൾ ഊർജ്ജസ്വലരാകാൻ വേണ്ടി നമുക്കൊരു 4 വരി പാട്ട് പാടി തുടങ്ങിയാലോ? എല്ലാവരും കൂടി ഒരുമിച്ച് പാടണം. നമുക്കറിയാവുന്ന പാട്ടാ. ഞാൻ വിചാരിച്ച ആ പാട്ട് ആദ്യം ഇവർ 4 പാട്ട് പാടിയപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നു, പക്ഷേ ഉൾപ്പെടുത്തിയിട്ടില്ല. അവസാനം ഉൾപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ ചിത്രയും യേശുദാസൊക്കെ പാടിയ പാട്ടാണ്. നമുക്കത് പാടി നോക്കിയാലോ? നിങ്ങൾക്കറിയാം ഞാൻ ഏതാണ് പാടാൻ പോണെന്നുള്ളത്. ഇവിടെ പലർക്കും അറിയാം. ഞാൻ പാട്ട് പാടാമെന്ന കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് ഏതായിരിക്കുമെന്നുള്ളത്. പൈതലാം യേശുവേ. എല്ലാവരും കൂടി പാടണം കേട്ടാ. പൈതലാം യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങളുടെ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ഒരിക്കൽ കൂടി പൈതലാം ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങളുടെ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ഓക്കെ, അത്രയും മതി. നിങ്ങൾക്ക്, എനിക്കറിയാം നിങ്ങൾക്ക് കൂടുതൽ പാടാൻ തോന്നുന്നുണ്ടെന്ന്, പക്ഷെ കുറേശ്ശെ പാടുന്നത് നല്ലത്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഓൾറെഡി ക്രിസ്മസ് സന്ദേശമൊക്കെ നമ്മുടെ ഗോപി സാറ് നമുക്ക് നൽകി. ഞാൻ ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നത്, നമ്മോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാ ദൈവം മനുഷ്യനായത്? എന്തിനാ ദൈവം അടിയും ഇടിയുമേറ്റത്? എന്തിനാ ദൈവം കുരിശിൽ മരിച്ചത്? ഇത്തരം ചോദ്യങ്ങൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്മസ് വേളയിൽ ക്രിസ്മസിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളോട് പലരും ചോദിക്കും. അതിനെന്ത് ഉത്തരം നമ്മൾ നൽകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനത് മനസ്സിലാക്കാനായിട്ട് ഒരു സംഭവം നിങ്ങളോട് പറയാം. സംഭവം നടക്കുന്നത് ജർമ്മനിയിലെ ഒരു കുന്നിൻ്റെ താഴ്വരയിലാണ്. അവിടെ ഒരു കുടുംബം ജീവിക്കുന്നുണ്ട്. ഭാര്യ, ഭർത്താവ്, 2 മക്കൾ.
ഡിസംബർ 24 പാതിര കുർബാനയ്ക്ക് പോകാനുള്ള സമയമായി. ഭാര്യയും മക്കളും എല്ലാം നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടു കൂടി പുറത്തേക്ക് അതായത് അവരുടെ ഉമ്മറത്തേക്ക് വരുമ്പോൾ അവരുടെ അപ്പൻ അവിടെ ഇരിക്കുകയാണ്. എന്താ പള്ളിയിൽ വരുന്നില്ലേ? ഭാര്യ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. എനിക്കിതിലൊന്നും വലിയ അർത്ഥം കാണാൻ പറ്റുന്നില്ല. ദൈവം മനുഷ്യനാകുക, ദൈവം മനുഷ്യരോടുകൂടി ജീവിക്കുക, ദൈവം അടിയടി വേൽക്കുക, ഇതൊക്കെ ഒരു അസംബന്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. മക്കളും ഭാര്യയും പള്ളിയിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അകത്ത് കയറി വാതിലൊക്കെ അടച്ചു. നല്ല തണുപ്പുള്ള ദിവസമാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷികളുടെ കരച്ചിൽ കേട്ടു. അപ്പോൾ അദ്ദേഹം പതുക്കെ ജനൽ തുറന്നു നോക്കി. അപ്പൊ കുറെ പക്ഷികൾ, കുഞ്ഞു പക്ഷികളാണ്. മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. ഈ മഞ്ഞിൽ കിടന്നുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി, പറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് ഈ പക്ഷികളുടെ അടുത്തേക്ക് ചെന്നു. അവയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കൈ കൊണ്ട് ചെല്ലുന്ന അവസരത്തിൽ ഈ പക്ഷികൾ നീങ്ങിപ്പോവും. വാസ്തവത്തിൽ മരിക്കാൻ പോവുകയാണ്. എന്നിട്ടും ആ പക്ഷികൾ ഇദ്ദേഹത്തിന് പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ നേരം ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ ഈ പക്ഷികളെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ പക്ഷികൾ ഒന്നിനെ പോലെ ആകാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ, ഈ പക്ഷികളുടെ ഭാഷ സംസാരിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഇവയെ എനിക്ക് രക്ഷിക്കുമായിരുന്നല്ലോ എന്ന്. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ദേവാലയത്തിലെ മണികൾ കൂട്ടമായി അടിക്കാൻ തുടങ്ങി. ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സദ്വാർത്ത, ദൈവം മനുഷ്യനായി ജനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പള്ളിയിൽ പ്രഘോഷിച്ചപ്പോൾ അവിടെ മണി മുഴങ്ങുന്നതാണ് അദ്ദേഹം കേട്ടത്. ആ സമയം ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ ആ മഞ്ഞിൽ തന്നെ മുട്ടുകുത്തി കൈകൾ കൂപ്പി സ്വർഗത്തിലേക്ക് നോക്കി പറയുകയാണ്, ദൈവമേ, ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു നീ എന്തിനാണ് മനുഷ്യനായതെന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവം ഇതാണ്. ആ പക്ഷികളെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ പക്ഷികൾ രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന് പിടികൊടുക്കുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നുന്നത്, ഞാൻ ഈ പക്ഷികളിൽ ഒരുവനെ പോലെ ആയിരുന്നെങ്കിൽ, ഈ പക്ഷികളുടെ ഭാഷ സംസാരിക്കാൻ എനിക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ഈ പക്ഷികളെ എനിക്ക് രക്ഷപ്പെടുത്താമായിരുന്നല്ലോ. ദൈവം ക്രിസ്മസിൽ ചെയ്തതും ഇത് തന്നെയാണ്. മനുഷ്യരിലേക്ക് കടന്നു വന്ന് ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഭാഷ സംസാരിച്ച് അവൻ പുഞ്ചിരിക്കുന്നത് പോലെ, അവൻ സംസാരിക്കുന്നത് പോലെ, അവൻ കളിക്കുന്നത് പോലെ, അവൻ ഭക്ഷിക്കുന്നത് പോലെ, അവൻ കുടിക്കുന്നത് പോലെ എല്ലാം ചെയ്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ച പാഠമാണ് വാസ്തവത്തിൽ ക്രിസ്മസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനെപ്പറ്റിയാണ് വളരെ മനോഹരമായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്.
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, ദൈവം വചനമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് സമർപ്പിതരായിട്ടുള്ളവർ പഠിക്കേണ്ട ഭാഷ എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ദൈവം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് തൻ്റെ പുത്രനിലൂടെ സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ആ സ്നേഹത്തിൻ്റെ ഭാഷ എവിടെ പോയി നമ്മൾ പറഞ്ഞാലും ഒന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റും. ആ ഭാഷയാണ് ദൈവം സംസാരിച്ചത്. ആ ഭാഷയാണ് സമർപ്പിതരായിട്ടുള്ള നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റുകളിലും നമുക്ക് പുറത്തുമൊക്കെ സംസാരിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ പാഠം ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇതാണ്. രണ്ടാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ ശൂന്യവൽക്കരണമാണ്, ദൈവത്തിൻ്റെ ചെറുതാകലാണ്, എളിമപ്പെടലാണ്. ശരിക്കും പറഞ്ഞാൽ ബെത്ലഹേം, അപ്പത്തിൻ്റെ ഭവനം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ചുരുങ്ങിയ സ്ഥലമാണ്, ദൈവം ചെറുതായ സ്ഥലമാണ്, ദൈവം സ്വയം ശൂന്യവൽക്കരിച്ച സ്ഥലമാണ്. എന്തിനു വേണ്ടി ദൈവം ഇത് ചെയ്തെന്ന് ചോദിച്ചാൽ മനുഷ്യൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് മനുഷ്യൻ ചെറുതാകുന്നുവോ, എന്ന് മനുഷ്യൻ എളിമപ്പെടുന്നുവോ, എന്ന് മനുഷ്യൻ കുനിയുവാൻ പഠിക്കുന്നുവോ, എന്ന് മനുഷ്യൻ വിട്ടുകൊടുക്കാൻ പഠിക്കുന്നുവോ, അന്ന് അവിടെ സമാധാനമുണ്ടാകും, അവിടെ സന്തോഷമുണ്ടാകും, അവിടെ ആനന്ദമുണ്ടാകും. ഇന്ന് ലോകത്തിൽ സമാധാനമില്ലെങ്കിൽ, ആനന്ദമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം വിട്ടുകൊടുക്കാൻ, എളിമപ്പെടാൻ, താഴാൻ, ചെറുതാകാൻ ആർക്കും മനസ്സില്ല എന്നുള്ളതാണ്. ഒരു ഉദാഹരണം നോക്കൂ. ഇന്ന് ഭയങ്കരമായിട്ട് യുദ്ധം നടക്കുന്ന സ്ഥലമാണ് റഷ്യയും ഉക്രൈനും. അവിടെ നടക്കുന്നത് എന്താണ്? അവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ, ചെറുതാകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ദൈവം പഠിപ്പിച്ച പാഠം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ അവിടെ ഈ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ കാരണം വിട്ടുകൊടുക്കാൻ, ചെറുതാകാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. എന്ന് നമ്മൾ ചെറുതാകുന്നുവോ, എന്ന് നമ്മൾ ശൂന്യവൽക്കരിക്കുന്നുവോ, അന്ന് സമാധാനത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടും നമ്മളിലുണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഈ കർത്താവിൻ്റെ ശൂന്യവൽക്കരണത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയുന്നത് യോഹന്നാൻ്റെ ലേഖനമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ വാക്യങ്ങൾ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലായിരുന്നെങ്കിലും അത് കണക്കാക്കാതെ മനുഷ്യനായി സ്വയം ശൂന്യവൽക്കരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ശൂന്യവൽക്കരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ന് സംഭവിക്കുന്നുവോ അന്ന് നമുക്കൊരു പുതിയ ലോകവും പുതിയ ആകാശവും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ സംസ്കാരം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളർത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന്. കുറച്ചൊക്കെ ഈ വാശി പിടിക്കാതെ വിട്ടുകൊടുക്കുക, കുറച്ചൊക്കെ എളിമപ്പെടാൻ പഠിക്കുക, സ്വയം ശൂന്യവൽക്കരിക്കാൻ പഠിക്കുക. അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്കുണ്ടാവുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ
പരിവർത്തനത്തിന് വിധേയമാക്കുന്നതായിരിക്കും, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു സംസ്കാരം, എ കൾച്ചർ ഓഫ് ഹ്യൂമിലിറ്റി, എ കൾച്ചർ ഓഫ് സിംപ്ലിസിറ്റി, എ കൾച്ചർ ഓഫ് സെൽഫ് എംപ്റ്റിയിങ്, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാൻ ഈ ക്രിസ്മസ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല ഡാൻസ്, നല്ല പ്രാർത്ഥന, എല്ലാം വളരെ മനോഹരമായിരുന്നു. ഈ ദിവസം എനിക്ക് തോന്നുന്നു നിങ്ങളവിടെ വന്നതിൽ ഒരിക്കലും ദുഃഖിക്കില്ല, സന്തോഷിക്കുകയായിരിക്കും. ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നോ, ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ശൈലിയാകട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ 4 വരി പാട്ട്, വീണ്ടും വേറൊരു പാട്ട് ഞാൻ ഓർത്തു. പണ്ട് പഠിച്ചതാ, അത് ഞാൻ നിങ്ങൾക്ക് പാടി തരണമെന്ന് വിചാരിച്ചു. അത് ഇതാണ്: സർവം പരിച്ചു സമംഗളം വാഴുവാൻ സ്വർഗം വിടർന്നു വരുന്നു, സ്വർഗം വിടർന്നു വരുന്നു, മഹിമ മറന്നൊരു കന്യകൻ ജാതനായി മനുജനായി മാറുന്നു ദേവൻ. സർവം ഭരിച്ചു സമംഗളം വാഴുവാൻ സ്വർഗം വിടർന്നു വരുന്നു, സ്വർഗം വിടർന്നു വരുന്നു. അത്ര മതി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. എങ്കിലൊരു കാര്യം നിങ്ങളോട് പറയും. നമ്മളിങ്ങനെ ഈ പരിപാടികൾക്ക് നടത്തുന്നത് വഴി നമ്മൾ ചെയ്യുന്നതെന്നറിയാമോ? ക്രിസ്മസിൻ്റെ ഒരു അന്തരീക്ഷം, an atmosphere of Christmas, a culture of Christmas നമ്മളിലും നമുക്ക് ചുറ്റുപാടിലും ഉണ്ടാക്കുന്നതാണ്. ഈ CRI ഇങ്ങനെ നിങ്ങളെല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഇതിൻ്റെ ഭാരവാഹികളെയും നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.